സോ ഗ്രാമവികസനം. ഓക്കെ, എന്താണ് ഗ്രാമവികസനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, അപ്പോൾ നോക്കാം. ഇതിനാദ്യമായിട്ടൊരു തിരുവള്ളുവർ പറഞ്ഞ ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. മണ്ണിൽ ഉഴുതുമറിക്കുന്നവരാണ് അതിൻ്റെ യഥാർത്ഥ അവകാശികൾ, മറ്റുള്ളവരാകട്ടെ അപ്പം ഭക്ഷിക്കുന്ന ആശ്രിതർ മാത്രമാകുന്നു എന്ന് പറഞ്ഞതാരാണ്? തിരുവള്ളുവരാണ്. ഓക്കെ, അപ്പം നോക്കാം. എന്താണ് എൻ്റെ ആമുഖം? ദാരിദ്ര്യം എന്നത് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വലിയ വെല്ലുവിളിയാണെന്ന് ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാതെ ഗ്രാമപ്രദേശങ്ങളിലാണ് വസിക്കുന്നത്. ഓക്കെ, കൃഷിയാണ്, നമുക്കറിയാം കൃഷിയാണ് ഗ്രാമീണ മേഖലയിൽ ഉപജീവനത്തിൻ്റെ മുഖ്യ മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, കൃഷിക്കാരാണ് കൂടുതലും ഉള്ളത്. ഓക്കെ, വ്യവസായ നഗരങ്ങളുടെ വളർച്ചയും വികസനവും മാത്രമല്ല ഇന്ത്യയുടെ യഥാർത്ഥ വികസനം. അപ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വ്യവസായ നഗരങ്ങളുടെയും മാത്രം വളർച്ചയല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, മറിച്ച് ഗ്രാമീണ മേഖലയുടെ വളർച്ച കൂടിയായിരിക്കണം. എന്താണ്? ഗ്രാമീണ മേഖലയുടെ വളർച്ച കൂടി വേണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജിയാണ് അഭിപ്രായപ്പെട്ടത്. ഇത് രാജ്യത്തിൻ്റെ എന്തിനാണ്? സമഗ്ര വികസനത്തിൻ്റെ കേന്ദ്ര തലമാണ്. അപ്പോൾ സമഗ്ര വികസനത്തിൻ്റെ കേന്ദ്ര തലമാണ് ഗ്രാമങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജിയാണ്. ഗ്രാമവികസനം എന്ന ആശയത്തിന് ഇന്നുമേറെ പ്രസക്തിയുണ്ട്. പുത്തൻ വിവര സാങ്കേതിക സങ്കേതങ്ങളും കൂറ്റൻ വ്യവസായ ശൃംഖലകളുമായി ആധുനിക നഗരങ്ങൾ വളർച്ചയിലേക്ക് കുതിക്കുമ്പോൾ എന്തിന് ഗ്രാമീണ മേഖലയ്ക്ക് ഇത്രയും വലിയ പ്രാധാന്യം നൽകണമെന്ന് നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ഓക്കെ, ഓക്കെ, അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഗ്രാമങ്ങൾക്ക് നമ്മൾ ഇപ്പോഴും ഇത്ര വലിയ ഒരു പ്രസക്തി കൊടുക്കുന്നത്? ഓക്കെ, അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയുടെ വളർച്ച എങ്ങനെയാണ് ഇത്രയും വലിയ പ്രസക്തിയാവുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം എന്താണെന്ന് നോക്കാം. ഇതിനൊരു കാരണമുണ്ട്. ഭാരതത്തിൻ്റെ ജനസംഖ്യയിൽ 2/3 വരുന്ന ജനങ്ങൾ എവിടെയാണ്? കാർഷിക വൃത്തിയാണ് ആശ്രയിക്കുന്നത്. എങ്കിലും കാർഷിക മേഖലയുടെ ഉൽപ്പാദനക്ഷമതയോ വളരെ കുറവാണ്. അപ്പോൾ 2/3 വരുന്ന ജനങ്ങൾ കൃഷിയിലാണ് അവരുടെ ജോലി. പക്ഷേ അതിൻ്റെ ഉൽപ്പാദനക്ഷമത എന്താണ്? ഇനിയും അവരെ താങ്ങി നിർത്തുന്നതിന് പര്യാപ്തമല്ല. അടുത്തത് എന്താണ് ഗ്രാമവികസനം? ഓക്കെ, ഗ്രാമവികസനം എന്നതൊരു സമഗ്ര പദമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് ഗ്രാമവികസനം? ഓക്കെ, അപ്പം എന്താണ് നോക്കാം. ഗ്രാമ സമ്പദ്ഘടനയുടെ സമഗ്ര വികസനത്തിനാണ് ഇത് ഊന്നൽ നൽകുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞതും പുത്തൻ ശ്രമങ്ങൾ ആവശ്യമുള്ളതുമായ ചില മേഖലകളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് സാക്ഷരതയിലുള്ള പുരോഗമനം. സാക്ഷരത വേണം, വിശേഷിച്ച് സ്ത്രീ സാക്ഷരത, വിദ്യാഭ്യാസം, തൊഴിൽ നൈപുണ്യം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ്. സാക്ഷരതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അടുത്തതാണ് പിന്നെ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ശുചിത്വം. ഓക്കെ, ശുചിത്വം, പൊതുജനാരോഗ്യം എന്നിവ ഉൾക്കൊള്ളുന്ന മാനവിക വിഭവങ്ങളുടെ വികസനം. ഇനി വൈദ്യുതി വേണം, ജലസേചനം വേണം, വായ്പാ വിതരണം, ലോൺ കിട്ടണം കൃഷിക്കൊക്കെ. ദേശീയ പാതകളുമായി ബന്ധിപ്പിക്കുന്ന പോഷക പാതകളുടെ, ഗ്രാമീണ പാതകളുടെ നിർമ്മാണം, നല്ല റോഡ് വേണം. അടുത്തത് എന്താണ് പറയുന്നത്? കാർഷിക ഗവേഷണത്തിൻ്റെയും കൃഷിയാണല്ലോ അടുത്ത പ്രധാന കാര്യം. അപ്പോൾ കാർഷിക ഗവേഷണത്തിൻ്റെ അതിൻ്റെ വിപുലീകരണത്തിൻ്റെ വിവര വിതരണത്തിൻ്റെ ലഭ്യത, സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൊക്കെ ഗ്രാമവികസനം ഉണ്ടായിരിക്കണം. അടുത്ത പറയുന്നത് ഭൂപരിഷ്കരണം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭൂപരിഷ്കരണം. അടുത്തത് ഓരോ പ്രദേശത്തെയും ഉൽപാദനത്തെ സഹായിക്കുന്ന വിഭവങ്ങളുടെ വികസനം.
അടുത്ത ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ജനസംഖ്യയിലെ ദുർബല വിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഗണ്യമായ രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിനും ഉതകുന്ന ഉൽപാദനപരവും നിർമ്മാണപരവുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടികൾ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നതാണ് ഗ്രാമവികസനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് പ്രധാനമായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? സാക്ഷരത, ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് സ്ത്രീ സാക്ഷരത, വിദ്യാഭ്യാസം, തൊഴിൽ നൈപുണ്യം, പിന്നെന്താണ് ശുചിത്വം, പൊതുജനാരോഗ്യം, അതുപോലെ വൈദ്യുതി, ജലസേചനം, വായ്പാ വിതരണം, ശരിക്കും ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം ഉണ്ട്. നല്ല റോഡുകൾ, കാർഷിക ഗവേഷണത്തിനുള്ള സാഹചര്യങ്ങൾ, പിന്നെ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഓക്കെ, അതിൽ ഭൂപരിഷ്കരണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭൂപരിഷ്കരണം, പിന്നെ ഓരോ പ്രദേശത്തെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന വിഭവങ്ങളുടെ വികസനം, അതായത് ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾക്കുള്ള ഉൽപാദനമായിരിക്കും, അപ്പോൾ അതിനെ സഹായിക്കുന്ന വിഭവങ്ങളുടെ വികസനം. അപ്പം ഒരു പ്രദേശത്തുള്ള ഉൽപ്പന്നമായിരിക്കില്ല വേറൊരു സ്ഥലത്ത് ഒത്തിരിയുള്ള, അപ്പം ഏതാണോ അവിടെ ഉള്ളത് അതിനനുസരിച്ചുള്ള റിസോഴ്സസിൻ്റെ ഡെവലപ്മെൻറ്റാണ്. പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ദുർബല വിഭാഗങ്ങളുടെ അവരുടെ വികസനത്തിനുതകുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാമാണ് അടുത്തത്. ഇന്ത്യയുടെ കാർഷികേതര മേഖലകൾ പണിയെടുക്കുന്നവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും തൊഴിലാളികൾക്ക് അവ ലഭ്യമാക്കുകയും ചെയ്യണമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ കാർഷികേതര മേഖലകൾ വൈവിധ്യമാർന്ന അവസരങ്ങൾ നാം അവർക്ക് നൽകണം. ഭവനങ്ങളിലും തൊഴിൽ മേഖലകളിലും എന്തായിരിക്കണം? ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ, ഏറ്റവും ചുരുങ്ങിയ ചെലവിലുള്ള ഏറ്റവും മികച്ച ആരോഗ്യ സൗകര്യങ്ങൾ, ശുചിത്വ സൗകര്യങ്ങൾ, സാർവത്രിക വിദ്യാഭ്യാസം ഭാരതത്തിലെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് നൽകേണ്ടത് ദ്രുതഗതിയിലുള്ള ഗ്രാമവികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. അടുത്തത് നോക്കാം. GDPയിൽ കാർഷിക മേഖലയുടെ പങ്കാളിത്തം കുറവായിരുന്നപ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളെ അത് കാര്യമായി സ്വാധീനിച്ചില്ല, അല്ലേ? കാരണം GDPയിൽ ഈ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് കുറവാണ്. പക്ഷേ അഗ്രികൾച്ചറൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ കൂടുതലുമാണ്. സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിർഭാവത്തോടെ 1990കൾ കാർഷിക മേഖലയിൽ പ്രതിവർഷ വളർച്ചാ നിരക്ക് എന്ത് ചെയ്തു? 2.3% താഴുകയാണ് ചെയ്തത്. കാരണം അവിടെ നമുക്കറിയാം എന്തൊക്കെയാണ്, അവിടെയാണ് 91-90 കാലഘട്ടത്തിലാണ് നമ്മുടെ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, അല്ലെ, പ്രൈവറ്റൈസേഷൻ തുടങ്ങിയ നടപടി, സ്വകാര്യവൽക്കരണം പോലെ നടപടികളിലേക്ക് വരുന്നത്. അപ്പോൾ കാർഷിക മേഖലയുടെ വളർച്ച താഴുകയാണ് ഉണ്ടായത്. 1991 മുതലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിലെ വലിയ കുറവാണ് ഇതിന് മുഖ്യ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. 91 മുതൽ നമുക്കറിയാം പൊതുമേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കുറഞ്ഞു, അല്ലെ? പൊതുമേഖലാ നിക്ഷേപത്തിലെ വലിയ കുറവാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കുറയാൻ കാരണം. അതുകൂടാതെ അത് മാത്രമല്ല, പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളെ അപര്യാപ്തത, വ്യാവസായിക മേഖലയിലും മറ്റു തൊഴിൽ മേഖലകളിലും വൈവിധ്യമാർന്ന തൊഴിലുകളുടെ അഭാവം, തൊഴിലുകളുടെ വർദ്ധിച്ചു വരുന്ന അസ്ഥിര സ്വഭാവം മുതലായവയും ഗ്രാമീണ വികസനത്തിന് പ്രതിബന്ധമായി. ദൗർഭാഗ്യകരമായ ഈ പ്രതിഭാസത്തിന് അനന്തരഫലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷകർക്കിടയിൽ പ്രകടമായ അസ്വസ്ഥതയാണ് ഈ സാഹചര്യത്തിൽ സൃഷ്ടിച്ചത്. സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിന് ഗ്രാമീണ ഭാരതത്തിന് സവിശേഷമുള്ള വായ്പാ വിപണന വ്യവസ്ഥകൾ, കാർഷിക വൈവിധ്യം, ജൈവ കൃഷിയുടെ പങ്ക് എന്നിവയെ നാം ഗൗരവമായി വീക്ഷിക്കേണ്ടതുണ്ട്. അടുത്തത്, അപ്പോൾ എന്തൊക്കെയാണ് ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻ റൂറൽ ഏരിയാസ് എന്ന് നോക്കാം. ഗ്രാമങ്ങളിലെ വായ്പാ വിതരണത്തെക്കുറിച്ചാണ്. ഗ്രാമങ്ങളിലെ വായ്പാ വിതരണവും വിപണനവും. അപ്പോൾ വായ്പ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ വളർച്ച പ്രധാനമായും മൂലധന നിക്ഷേപത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അല്ലെ? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ വളരണമെങ്കിൽ അവിടുത്തെ മൂലധന നിക്ഷേപത്തെ ആശ്രയിച്ചാണ്. കാലാനുസൃതമായി കാർഷിക സാമൂഹ്യ ബാങ്കിംഗ് പദ്ധതിയും ബഹുതല നയവും കൈക്കൊണ്ടതിന് ശേഷമാണ് ഗ്രാമീണ ആവശ്യങ്ങളെ വേണ്ട വിധത്തിൽ നിറവേറ്റാൻ നമുക്ക് കഴിഞ്ഞത്. അതായത് 1982 എന്ത് വരുന്നു? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡ് എന്ന സ്ഥാപനം ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കാൻ സഹായകമായി. നബാർഡിൻ്റെ പ്രവർത്തനം. അതുപോലെ ഹരിത വിപ്ലവം വായ്പാ വ്യവസ്ഥയിൽ പ്രധാന മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. ഇതാണ് ഗ്രാമീണ വായ്പാ സമ്പ്രദായത്തെ ഉൽപാദന ഉന്മുഖമാക്കുന്നതിന് കാരണമായത്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ, നബാർഡിൻ്റെ വരവ് അതുപോലെ ഹരിത വിപ്ലവം ഒക്കെ അഗ്രികൾച്ചറൽ ഫീൽഡിന് ഒരുപാട് സഹായിച്ചു. പിന്നെ അതുമാത്രമല്ല, ആ സമയത്താണ് വാണിജ്യ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ വായ്പകൾ, ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ, ഭൂവികസന ബാങ്കുകൾ ഇവ വഴി
ഗ്രാമീണ ബാങ്കിങ് ഇങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗ്രാമീണ ബാങ്കിങ്ങിൻ്റെ ഇന്നത്തെ ഘടന. അതായത് ഇതിൽ കൂടെ കൂടുതൽ വായ്പകൾ ലഭിച്ചു. തീരെ ചെറിയ നിരക്കിൽ വായ്പ നൽകാൻ ചുമതലപ്പെട്ടിരിക്കുന്നവയാണ് ഈ സ്ഥാപനങ്ങൾ. ഔദ്യോഗിക വായ്പ സംവിധാനം ഗ്രാമീണ സാമൂഹ്യ വികസനമേ അത്രയൊന്നും സംയോജിച്ചല്ല. തന്നെയുമല്ല, ഈ സംവിധാനത്തിൽ ധാരാളം പാളിച്ചകളുമുണ്ട്. ഈ വിടവുകൾ നികത്തുന്നതിനും കുറവുകൾ പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് എന്തുണ്ടായത്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്വയം സഹായ സംഘങ്ങൾ. വായ്പ സംവിധാനത്തിൽ ഈട് നൽകേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? വായ്പ കിട്ടണമെങ്കിൽ ഈട് കൊടുക്കേണ്ടത് ആവശ്യമാണെന്നിരിക്കെ ദരിദ്രരായ ഗ്രാമീണ കുടുംബങ്ങൾ സ്വാഭാവികമായും വായ്പാ ശൃംഖലയിൽ നിന്ന് പുറത്താകുന്നു. അവർക്ക് ഈട് കൊടുക്കാനുള്ള സാഹചര്യമില്ലാതെ വരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഇല്ല. സ്വയം സഹായ സംഘങ്ങൾ എന്ത് ചെയ്തു? ഓരോ അംഗത്തിൽ നിന്നും ചുരുങ്ങിയ സംഭാവനകൾ സ്വീകരിച്ച് അവരിലെ മിതവ്യയശീലം മെച്ചപ്പെടുത്തുകയും സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മിതമായ പലിശ നിരക്കിൽ ചെറിയ തവണകളായി തിരിച്ചടക്കാവുന്ന രീതിയിൽ ആവശ്യക്കാരായ അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി ദരിദ്രരായിട്ടുള്ള ഗ്രാമീണ കുടുംബങ്ങൾക്ക് വളരെ സഹായകരമായിരുന്നു. സ്വയം സഹായ സംഘങ്ങൾ. മാർച്ച് 2003 അവസാനത്തോടെ തന്നെ 7 ലക്ഷത്തിലേറെ സ്വയം സഹായ സംഘങ്ങൾ വായ്പാ ബന്ധിതമായി കണക്കാക്കുന്നു. സംഘാംഗങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന തുക ഇത്തരം ചെറിയ പലിശയ്ക്ക് നൽകുന്നതിനാൽ ചെറിയ പലിശയൊക്കെ ഉള്ളൂ അല്ലേ? അതിന് ചെറിയ പലിശ സ്വയം സഹായ സംഘങ്ങളുടെ പ്രത്യേകതയാണ്. ഇത്തരത്തിലുള്ള വായ്പാ വിതരണം നമ്മൾ മൈക്രോ ക്രെഡിറ്റ് ഗ്രാമീൺ ബാങ്കുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിനെ എന്താണ് വിളിക്കുന്നത്? മൈക്രോ ക്രെഡിറ്റ് ഗ്രാമീൺ ബാങ്കുകൾ എന്നാണ് വിളിക്കുന്നത്. സ്വയം സഹായ സംഘങ്ങൾ അല്ലേ? സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിനും സഹായിക്കുന്നു. ഉൽപാദനപരമായ ലക്ഷ്യങ്ങൾക്കായി ചെലവഴിക്കുന്നതിന് പകരം കടമെടുക്കുന്ന തുക ആളുകൾ ഉപഭോഗ ആവശ്യങ്ങൾക്കായി ചെലവിടുന്നു എന്നതാണ് പ്രധാനമായി ആരോപിക്കപ്പെടുന്നത്. വായ്പ എടുക്കുന്നവർ ഉൽപാദനപരമായ ലക്ഷ്യങ്ങൾക്ക് തുക വിനിയോഗിക്കാത്ത എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് മൈക്രോ ക്രെഡിറ്റ് ഗ്രാമീൺ ബാങ്കുകൾ എന്താണ്? അപ്പം ഈ ക്രെഡിറ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് കർഷകരെ സഹായിക്കാൻ വായ്പകൾ നമ്മൾ എങ്ങനെയൊക്കെ നൽകാം? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ബാങ്കുകൾ വരുന്നു. സ്വയം സഹായ സംഘങ്ങൾ വന്നു. അതൊക്കെയാണ് ഗ്രാമങ്ങളിലെ വായ്പാ വിതരണത്തെക്കുറിച്ച് പറയുന്നത്. അടുത്തത് ഗ്രാമീണ ബാങ്കിങ് വിമർശനാത്മക പഠനം. ഗ്രാമീണ ബാങ്കിൻ്റെ വികസനത്തിലുണ്ടായ വൻ കുതിപ്പും തൊഴിലിലും വരുമാനത്തിലുമുണ്ടായ വർധനവും കാർഷികേതര മേഖലകൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വിശേഷിച്ച് ഹരിത വിപ്ലവത്തിന് ശേഷം തൊഴിൽ കണ്ടെത്താനും വായ്പാ സൗകര്യങ്ങളും വിവിധ വായ്പകളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ അത് കർഷകർക്ക് സഹായകമായി. ഇതോടെ ക്ഷാമം കുറഞ്ഞു. ഭക്ഷ്യസുരക്ഷ കൈവരിക്കാൻ സാധിച്ചു അല്ലേ? കൂടുതലായി ധാന്യ സംഭരണം നടത്തുവാനും ഇതിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ബാങ്കിങ് സംവിധാനം പൂർണ്ണമായും കുറ്റമറ്റതാണെന്ന് പറയാൻ കഴിയില്ല. വാണിജ്യ ബാങ്കുകൾ ഒഴികെയുള്ള മറ്റ് ഔദ്യോഗിക സ്ഥാപനങ്ങളെല്ലാം നിക്ഷേപ സമാഹരണത്തെ ഗ്രാമത്തിൻ്റെ സംസ്കാരമാക്കി മാറ്റിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിലൂടെ മാത്രമേ ഉത്തരവാദിത്തപ്പെട്ട വായ്പ എടുപ്പുകാരിലൂടെ നൽകിയ തുക തിരിച്ചു ലഭിക്കുകയുള്ളൂ. കാർഷിക വായ്പാ സമ്പ്രദായത്തിലെ അപാകതകൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നു. വാസ്തവത്തിൽ കർഷകർ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിന് കാരണം എന്താണ്? അവർ മനഃപൂർവ്വമാണ് വായ്പ തിരിച്ചടയ്ക്കുന്നതാണ് അധികാരികൾ ഉയർത്തുന്ന ആരോപണം. എന്താണ് ഈ പ്രസ്താവനകളുടെ യാഥാർത്ഥ്യം അല്ലേ? ശരിക്കും കൃഷിയിലുള്ള തളർച്ചയും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വായ്പ തിരിച്ച് അടയ്ക്കാൻ അവർക്ക് സാധിക്കാത്തതിന്. ഇനി ദരിദ്ര വനിതകൾക്കുള്ള ബാങ്ക്. വനിതകളുടെ ഉന്നമനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായി കേരളത്തിൽ ആരംഭിച്ച സാമൂഹിക സംഘടനയാണ് കുടുംബശ്രീ. ദരിദ്ര വനിതകൾക്കായുള്ള ചെറിയ സേവിങ്സ് ബാങ്ക് എന്ന നിലയിൽ 1995 നിക്ഷേപം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ആരംഭിക്കുകയും 1 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തു. ഇത് നിക്ഷേപത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും മേഖലയിൽ ഏഷ്യയിലെ ബാങ്കുകളിലെ ഏറ്റവും വലിയ അനൗദ്യോഗിക ബാങ്കിങ് ശൃംഖലയെ മാറുകയും ചെയ്തു അല്ലേ? അതാണ് കുടുംബശ്രീയുടെ കാര്യമാണ് പറഞ്ഞത്. സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷവും ഗ്രാമീണ ബാങ്കിങ് മേഖലയുടെ വികസനവും പുരോഗതിയും പിറകിൽ തന്നെയാണ്. ഈ സ്ഥിതി മെച്ചപ്പെടുത്താൻ ബാങ്കുകൾ തങ്ങളുടെ സമീപനം മാറ്റേണ്ടതുണ്ട്. കേവലം വായ്പദാതാക്കളാകാതെ ബാങ്കുകൾ വായ്പ എടുക്കുന്നവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. കർഷകർക്ക് സാമ്പത്തിക സഹായം വിവിധ തരത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള പരിശീലനവും നൽകേണ്ടതുണ്ട്. കാർഷിക വിപണന മേഖല അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം. നാം നിത്യേന ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷ്യവിപണിയിൽ
എത്തിച്ചേരണം അല്ലേ. വൈവിധ്യമാർന്ന വിപണന ശൃംഖലകളിലൂടെയാണ് ഇവയെല്ലാം പലയിടങ്ങളിലുള്ള ഭക്ഷ്യവിപണികൾ എത്തുന്നത്. രാജ്യത്തുടനീളമുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ശേഖരണം, സംസ്കരണം, പാക്കിങ്, തരംതിരിക്കൽ, വിതരണം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ് കാർഷിക വിപണനം. അപ്പോൾ എന്തൊക്കെയാണ് കാർഷിക വിപണനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? കാർഷിക ഉൽപ്പന്നങ്ങളുടെ ശേഖരണം വേണം, സംസ്കരണം വേണം, പാക്കിങ്, തരംതിരിക്കൽ, വിതരണം ഇവ ഉൾക്കൊള്ളുന്നതാണ് കാർഷിക വിപണനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് കർഷകർ കൃഷി ചെയ്തുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കച്ചവടക്കാർക്ക് വിൽക്കുമ്പോൾ കച്ചവടക്കാർ അളവിലും തൂക്കത്തിലും പണമിടപാടുകളിലും പണമിടപാടുകളെ നീതിനിഷ്ഠമല്ലാത്ത സമീപനമാണ് കൈക്കൊണ്ടത്. കർഷകർക്ക് കമ്പോള വില നിലവാരത്തെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അവർ നിർബന്ധിതരായി. അപ്പം അന്നൊക്കെ അതിനു മുമ്പ് പണ്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വെച്ച് ഉയർന്ന വിലയ്ക്ക് പിന്നീട് വിപണനം നടത്താൻ മെച്ചപ്പെട്ട ഭരണ സംവിധാനങ്ങൾ അവർക്ക് ലഭ്യമല്ലായിരുന്നു. ഇക്കാലത്ത് പോലും കൃഷി ചെയ്യുന്ന വിളവിന്റെ 10% മികച്ച സംഭരണ സംവിധാനത്തിന്റെ അഭാവത്താൽ പാഴായി പോവുകയാണ് അല്ലേ. ഇപ്പോൾ പോലും കൃഷി ചെയ്യുന്ന വിളവിൻ്റെ 10% മികച്ച സംഭരണ സംവിധാനത്തിൻ്റെ അഭാവമുള്ളതിനാൽ പാഴായി പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ കച്ചവടക്കട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരിൻ്റെ ഇടപെടൽ അനിവാര്യമായി തീർന്നിരിക്കുന്നു. ഓക്കെ. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുന്ന സഹകരണ വിപണനം ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിരുന്നു എന്നതാണ് മൂന്നാമതായി ഉറപ്പാക്കേണ്ടത്. ഗുജറാത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയെയും രാജ്യത്തിന്റെ മറ്റു ചില ഭാഗങ്ങളെയും പരിവർത്തനപ്പെടുത്തുന്നതിൽ ക്ഷീര സഹകരണ സംഘങ്ങൾ നേടിയ വിജയം സഹകരണ സംഘങ്ങൾ നടത്തുന്ന മികച്ച പ്രവർത്തനത്തിനുള്ള ഉദാത്തമായ സാക്ഷ്യമാണ്. എന്നിരുന്നാലും അടുത്ത കാലത്ത് സഹകരണ സംഘങ്ങൾക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. കർഷകരുടെ യഥാർത്ഥ അംഗസംഖ്യ ലഭിക്കാത്തതും വിപണന സംഘടനകൾക്കിടയിൽ നല്ല ബന്ധം സ്ഥാപിക്കാത്തതും കഴിവുകെട്ട ധനകാര്യ മാനേജ്മെന്റുകളും ഇതിന് കാരണമായി. അടുത്ത നാലാമത്തെ കാര്യം കർഷക ഉൽപ്പന്നങ്ങൾക്കുള്ള താങ്ങുവില ഉറപ്പാക്കൽ. കർഷക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കുക. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി അരി, ഗോതമ്പ് എന്നിവ സംഭരിക്കുക. പൊതുവിതരണ സമ്പ്രദായം വഴിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ, പഞ്ചസാര എന്നിവയുടെ വിതരണം ഉറപ്പാക്കൽ എന്നിവയാണ് ചെയ്യേണ്ടത്. കർഷകരുടെ വരുമാനം ഉറപ്പാക്കാനും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യം മിതമായ നിരക്കിൽ ലഭ്യമാക്കാനും ഈ നടപടികൾ ലക്ഷ്യമിടുന്നു.